2000-ല് 4400 രൂപ പവന് ഉണ്ടായിരുന്ന സ്വർണം ഇന്ന് 2025-ല് ഓൾമോസ്റ്റ് 90,000 രൂപ. അതായത് 25 വർഷം കൊണ്ട് 20 മടങ്ങാണ് വർധന. സ്വർണം ഗോൾഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പവന് ഇത്ര എന്നാണല്ലോ പറയാറ്. ഇപ്പൊ നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും USD-ലാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് USD പെർ ഔൺസ്. ഒരു ഔൺസിന് ഇത്ര USD. ഒരു ഔൺസ് എന്ന് വെച്ചാൽ 31.1 ഗ്രാമാണ്. ഇന്നത്തെ ന്യൂസും മാർക്കറ്റും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഔൺസിന് $2,500 നമ്മളത് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ മലയാളീസ് പറയുമ്പോൾ ഒരു പവൻ അതായത് 8 ഗ്രാമിനാണ് ഓൾമോസ്റ്റ് 90,000 രൂപ ആയേക്കണേ. അപ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ട് ഗോൾഡിന് ഇപ്പോ ഇത്ര വർധന, എന്തുകൊണ്ട് ഓൾ ടൈം ഹൈയിലേക്ക് എത്തി നിൽക്കുന്നു അല്ലെ? അപ്പൊ നമുക്ക് കുറച്ച് ലിസ്റ്റ് ആയിട്ട് 1, 2, 3 എന്തൊക്കെ ആയിരിക്കാം റീസൺസ് എന്നൊന്ന് നോക്കാം. ഇതിനകത്ത് മെയിൻ ആയിട്ട് അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കാണുന്ന ഗോൾഡ് എല്ലാം ഒരിക്കലും ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതല്ല. 1% താഴെ മാത്രമാണ് ഇന്ത്യയിൽ മൈൻ ചെയ്ത് ഗോൾഡ് എടുത്ത് ഉണ്ടാക്കി നമ്മളെല്ലാം കൊണ്ടു നടക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. സ്വിറ്റ്സർലാൻഡ്, പിന്നെ UAE, ദുബായ്, അതേപോലെ ഘാന, അതുപോലെ സൗത്ത് ആഫ്രിക്ക, പിന്നെ കുറച്ചൊക്കെ ഓസ്ട്രേലിയ എന്നും. ഇവിടെ നിന്നാണ് മെയിൻ ആയിട്ട് ഇന്ത്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഒരു വർഷം 700 to 900 ടൺസ് ആണ് ഗോൾഡ് നമ്മൾ ഒരു വർഷം ഇന്ത്യയിലേക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ അറിയണം, ഇന്റർനാഷണൽ മാർക്കറ്റിൽ USD-ലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ US$ തന്നെ വേണം പേ ചെയ്യാൻ. അപ്പോ സ്വാഭാവികമായിട്ടും ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കണം. നമ്മൾ ഇമ്പോർട്ട് ചെയ്യാണല്ലോ. ഡോളറായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ റുപ്പിയുടെ വാല്യൂ ഇപ്പോ ഇന്ന് കുറച്ച് വീക്കായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ റുപ്പി, അതായത് റുപ്പിയുടെ പർച്ചേസിംഗ് പവർ കുറഞ്ഞു, കാരണം വീക്കായി. കൂടുതൽ റുപ്പി പേ ചെയ്താലാണ് നമുക്ക് ഇത്രയും സ്വർണം കിട്ടുള്ളൂ, കാരണം ഡോളറിൽ വേണം പേ ചെയ്യാൻ. അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ നമ്മൾ ജനറലി മാർക്കറ്റിന്റെയും പിന്നെ ഒരു രാജ്യത്തിന്റെ എക്കോണമിയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എക്കോണമി താഴത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ സ്റ്റോക്കുകളുടെ ഒക്കെ പ്രൈസ് ഇടിയുമ്പോൾ, ഇൻഡെക്സുകളൊക്കെ ഇടിഞ്ഞു നമ്മൾ പറയുമ്പോഴും ഗോൾഡിന്റെ പ്രൈസ് എപ്പോഴും കുറച്ച് മേലെ ആയിരിക്കും. അതുകൊണ്ടാണ് ഹെഡ്ജിങ് എല്ലാം ഗോൾഡ് കൊണ്ട് ചെയ്യുന്നത്. ഗോൾഡിന്റെ പ്രൈസ് ഇതെല്ലാം താഴെ ഇടിയുമ്പോൾ ശരിക്കും മുകളിലോട്ടാ പോവാറ്. അതിന്റെ കാരണം തന്നെ വേറെ ഒന്നുമല്ല, നമ്മള് സേഫ് അസറ്റ് ആയിട്ട് സ്വർണത്തിനെ കരുതുന്നു അല്ലെ? അപ്പോ ഇപ്പോ ഈ ലോകത്തിലെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ, എവിടെയെല്ലാം യുദ്ധങ്ങൾ നടക്കുന്നു, ഇന്ത്യയിൽ പോലും. അപ്പോ കൂടുതൽ ആൾക്കാരും ഗോൾഡിലേക്ക് നാച്ചുറലായിട്ട് പോകുന്നുണ്ട്, ഒരു അസറ്റായിട്ട് കീപ്പ് ചെയ്ത് വെക്കാൻ. ഇപ്പൊ നമ്മൾ അമേരിക്ക എടുത്താലും ചൈന എടുത്താലും ഒക്കെ അവരുടെ എക്കോണമിയും സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കണേ. ന്യൂസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതിന്റെ ഒപ്പം തന്നെ അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഗോൾഡ് അക്യുമുലേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അതായത് ഇന്ത്യയും റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം ഗോൾഡ് മാക്സിമം പർച്ചേസ് ചെയ്ത് സ്റ്റോക്ക് പൈൽ ചെയ്ത് സെൻട്രൽ ബാങ്കിലും ഒക്കെ ആയിരിക്കാം. അതെവിടെയാ വെക്കുന്നത് നമുക്കറിയില്ല, അങ്ങനെ പറയാൻ ചാൻസ് ഉള്ളൂ. അപ്പോ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോഴും ഗോൾഡിന് ഡിമാൻഡ് കൂടുന്നു, അതിനനുസരിച്ച് മൈൻ ചെയ്യണമല്ലോ, അതിനനുസരിച്ച് പ്രൈസും കൂടുന്നു. കാരണം ഡിമാൻഡ് കൂടുമ്പോൾ സപ്ലൈ കുറയും, പ്രൈസ് കൂടും. അത് നാച്ചുറൽ ആണല്ലോ. ഇൻഫ്ലേഷന്റെ കാര്യത്തിലൊക്കെ നമുക്കറിയാം. ഇത്രയും ഹൈയിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കാം, ഇത് വൈകാണ്ട് തന്നെ 1 lakhിലേക്ക് എടുക്കാൻ പോവല്ലേ, 1 ലക്ഷം ആവുമല്ലോ എന്ന്. ആവും എന്നുള്ളത് ഷുവറാണ്. എന്നാൽ ഷോർട്ട് ടേമിൽ ഇപ്പം അങ്ങോട്ട് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഒരു വണ്ടി ഒരു ഹൈ റേഞ്ചിൽ കൂടെ പോവാന്ന് വിചാരിക്കുക, അവിടെ സിഗ്നൽ ഉണ്ടെന്ന് വിചാരിക്കുക, സ്വാഭാവികമായിട്ടും നിൽക്കും അല്ലെ? പക്ഷെ നിന്നിട്ട് തിരിച്ച് താഴത്തേക്ക് വീഴല്ല ചെയ്യണേ, വീണ്ടും ലോങ് ടൈമിൽ മുകളിലേക്ക് തന്നെ പോകുള്ളൂ അല്ലെ? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ 25 വർഷം കൊണ്ട് 20% ഗോൾഡ് മുകളിലേക്ക് പോയേക്കുന്നത്. ഇനിയും മുമ്പോട്ട് തന്നെയല്ലേ പോകുള്ളൂ. ഗോൾഡിന്റെ പ്രൈസ് ഇനിയും മുകളിലോട്ട് പോകാം അല്ലെങ്കിൽ പോകും എന്നുള്ളത് ഒരു സയൻസ് ഫിക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതായത് ഡിമാൻഡ് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത് അല്ലെ? അതിനൊപ്പം ഉള്ള ഗോൾഡിന്റെ എമൗണ്ട് ഇനി കുറഞ്ഞല്ലേ വരുള്ളൂ. അപ്പൊ ഡിമാൻഡ് സ്വാഭാവികമായിട്ടും കൂടും. അതിനൊപ്പം ഇന്ത്യയിലെ അവസ്ഥ നമുക്കറിയാം. വെഡിങ്സിനാണെങ്കിലും വീട്ടിൽ വെറുതെ വയ്ക്കാനാണെങ്കിൽ പോലും നമ്മൾ ഗോൾഡിന്റെ പുറകെ പോണേ, പ്രത്യേകിച്ച് നമ്മൾ മലയാളീസ് എല്ലാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് ഇനിയും കൂടിയേ വരുള്ളൂ. അതിനൊപ്പം തന്നെ റുപ്പി ഡോളറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബീറ്റ് ചെയ്യുന്നത് കുറവാണ് അല്ലെ? അതായത് റുപ്പി കുറച്ച് വീക്കായിട്ട് എപ്പോഴും ഇരിക്കണേ. അതായത് നമ്മൾ ഇനിയും കൂടുതൽ പൈസ USD-യിൽ പേ ചെയ്താലാണ് നമുക്ക് കൂടുതൽ സ്വർണം കിട്ടുള്ളൂ. അതിനൊപ്പം ഇൻഫ്ലേഷനും, ഇപ്പൊ ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റേബിൾ ആണെന്ന് പറയാം, അത്ര വലിയ ഹൈ ഒന്നുമല്ല. എന്നാൽ ലോങ് ടേമിൽ ഇൻഫ്ലേഷൻ പതിയെ പതിയെ മുകളിലേക്ക് പോകാനുള്ള ചാൻസ് തന്നെയുള്ളൂ. അതായത് വീണ്ടും കാശിന്റെ മണിയുടെ പർച്ചേസിംഗ് പവർ കുറയാനുള്ള ചാൻസ് ആണുള്ളത്. അപ്പോൾ കൂടുതൽ പേ ചെയ്താലാണ് ഇനി സ്വർണം കിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടും, കാരണം സപ്ലൈ കുറയും.
അതുകൊണ്ട് എന്തായാലും 1 ലക്ഷത്തിൽ ഗോൾഡ് എത്തുന്നതന്നെ നമുക്ക് പറയാം. 2000-ലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോ ഒരു 50K 50,000 വരെ ഗോൾഡ് പോകും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കായിരുന്നു. ഇപ്പൊ ഓൾമോസ്റ്റ് 90,000 എത്തി.